ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീട്രൂട്ട് തോരനായിട്ട് കാണിക്കുന്നത്, കൂടെ നമ്മുടെ പപ്പടം കറിയും കാണിക്കുന്നത് കേട്ടോ, പപ്പടം താളിപ്പ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബീട്രൂട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കൊണ്ട് സുഖം തന്നെ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. എല്ലാവർക്കും ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്താ, ബീട്രൂട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. 6-7 അല്ലി ചുവന്നുള്ളിയാണ് ചേർത്തേക്കുന്നത്. പച്ചമുളക് 5 ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് എരിവ് ഇരിക്കട്ടെ എന്ന് ഓർത്ത് 2 ബീട്രൂട്ട് നമ്മൾ എടുത്തേക്കാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യാം. അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട കാര്യം, ഒത്തിരി ബ്രൗൺ ആയിട്ട് കളർ ആവേണ്ട കാര്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് അതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. ആ ബീട്രൂട്ടിലെ വെള്ളവും പിന്നെ എണ്ണയുണ്ടല്ലോ, നമ്മൾ വെച്ച എണ്ണ, അതും കൂടി ചേർന്നാണ് കേട്ടോ ഇത് വെന്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സിമ്മിൽ കുറച്ചിട്ട് അത് മൂടി വെച്ച് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇനി അടി പിടിക്കും, അതൊക്കെ ഇരുന്ന് വേവണം. ആ സമയം കൊണ്ട് നമുക്ക് പപ്പടം താളിപ്പുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ട് സവാള ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. ഞാനിവിടെ 2 സവാളയായിട്ട് ചേർത്തേക്കുന്നത്. വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്കുള്ള പൊടിക്കൂട്ടുകൾ: 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് 2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പപ്പടം താളിപ്പാണിട്ടത്. കറിയൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. പപ്പടം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ പപ്പടം അതിലേക്ക് ഇട്ടിട്ടുണ്ട്, യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇത് നമ്മുടെ പപ്പടം കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്വാദിഷ്ടമായ പപ്പടം കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് ആ ബീട്രൂട്ട് നമ്മുടെ വെന്തിരിപ്പുണ്ട് കേട്ടോ. ആ ബീട്രൂട്ടിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ നിങ്ങൾക്ക് ചേർത്തില്ലെങ്കിൽ വിഷയമൊന്നുമില്ല കേട്ടോ, പക്ഷെ നമ്മളിവിടെ തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പടം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ കൂട്ടാക്കാത്തതുകൊണ്ട് നമുക്ക് കൂട്ടാക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.